ഹലോ, ഞങ്ങളവിടുന്ന് യാത്രയും പറഞ്ഞ് അടുത്ത മാമയുടെ വീട്ടിലോട്ട് പോവാണ്. അത് പരപ്പനങ്ങാടി. ഞാൻ ഇതിലിടയ്ക്കൊരു വ്ളോഗ് അവിടെ പോകുന്നത് ഇട്ടായിരുന്നു. ഇവിടുന്ന് എളുപ്പം പോകാൻ ട്രെയിനിനാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 11 മണിക്കായിരുന്നു ട്രെയിന്. പക്ഷേ കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം എന്താ, ഈ ഓട്ടോക്കാരൻ അത്രയും സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വിചാരിച്ച പോലെ ആയിരുന്നില്ല. 5 മിനിറ്റ് മുമ്പേ ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. നമുക്കതിൻ്റെ ആവശ്യം വരാറില്ല. നമുക്ക് ഏറ്റവും എളുപ്പം ബസ്സിൽ പോയി വരാനാണ്. അപ്പോൾ എപ്പോൾ ട്രെയിനിൽ കയറാൻ പോകുമ്പോഴും ഒരു അത്ഭുതവും ഒരു ഇഷ്ടമൊക്കെ തന്നെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഏറെ താല്പര്യം ട്രെയിനിന് പോകാൻ. അങ്ങനെ കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിൻ വന്നു. ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ചിരുന്ന്. പിന്നത്തെ ഒരു പ്രത്യേകതയാണ് ട്രെയിനിൽ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാമെന്നുള്ളത്. പക്ഷേ വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നല്ല നല്ല വീഡിയോസും ഇല്ല. അങ്ങനെ ഞങ്ങൾ വേഗം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഏത് വഴി കൂടെ ഇറങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. കുറേ ആയി വന്നിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് പുറത്തിറങ്ങി. വീട്ടിലാണെങ്കിൽ മാമിയും അമ്മായിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ജോലി ചെയ്യുന്നു, ഓരോരുത്തർ പഠിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഏത് മാമയുടെ വീട്ടിൽ പോയാലും ഇതന്നെയാണ് അവസ്ഥ. റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോകാറ്. ഉച്ചയാകുമ്പോഴേക്കും ചിക്കുതാട്ടി ഹരിതേച്ചെത്തി. ഞങ്ങൾ എത്തുന്നത് പ്രമാണിച്ച് ഉച്ചത്തെ ഫുഡ് ബക്കറ്റ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് അതൊക്കെ കഴിച്ച് വയറ് നന്നായി നിറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. ഞങ്ങൾ കിടന്ന് സംസാരിച്ച് ഈവനിങ് ഒരു 5 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും നീച്ച് നേരെ കടപ്പുറത്തോട്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കടപ്പുറം. വേറൊന്നുമില്ല, നമുക്ക് പാലക്കാട്ടുകാർക്ക് കടലില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തെത്തി. എന്നിട്ട് കുറച്ച് നടന്ന് അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. സൺസെറ്റ് കാണലാണ് മുഖ്യം. എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ കടൽ കാണുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷവും എന്തൊക്കെയോ കിട്ടും. ഞങ്ങളങ്ങനെ നടന്ന് സൺസെറ്റ് കാണാൻ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുറേ പേര് മീൻ പിടിക്കുന്നു, കുറേ പൂച്ചയും കുട്ടികളും, അങ്ങനെ പല പല കാഴ്ചകൾ കണ്ട്. സൺസെറ്റ് നല്ല വൃത്തിക്ക് കണ്ട്, ഡോൾഫിനെ കണ്ട്, കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നൈറ്റ് ഒരു 7-7:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോഴും എന്തൊരു ഭംഗിയാണ്, കുറേ ലൈറ്റൊക്കെ ഇട്ട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ. അവിടുന്ന് തിരിച്ചു പോരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും വല്യമ്മയുടെ വീട്ടിലും കൂടി പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബായ്.